ഒരു വർഷത്തേക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, നന്മയാകട്ടെ തിന്മയാകട്ടെ, അവൻ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, എല്ലാ കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലക്കുകൾ രേഖപ്പെടുത്താൻ തുടങ്ങുന്നത് ലൈലത്തുൽ ബറാ എന്നറിയപ്പെടുന്ന ശഅബാൻ 15-ന്റെ രാവിലെ. അപ്പോൾ ചില ആളുകൾ സംശയം പലപ്പോഴും ചോദിക്കാറുമുണ്ട്, ചിലരുടെ മനസ്സിൽ സംശയവുമുണ്ട്. എന്ത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഖദ്ർ എന്ന് പറഞ്ഞാൽ നിർണയിക്കുന്ന രാത്രി എന്നാണ്. ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്ന രാത്രി എന്നാണല്ലോ. പണ്ഡിതന്മാർ അതൊക്കെ തത്ബീഖ് ചെയ്തിട്ടുണ്ട്, യോജിപ്പിച്ചിട്ടുണ്ട്. ഇമാം റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീർ കബീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യബ്ദഉ ഫി ഇസ്തിൻസാഖി ദാലിക മിനൽ ലൗഹിൽ മഹ്ഫൂദ്, പരിശുദ്ധമാക്കപ്പെട്ടതായ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലക്കുകൾ എല്ലാ കാര്യങ്ങളെയും, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാറുള്ളതാകുന്ന എല്ലാ കാര്യങ്ങളും, അടുത്തൊരു വർഷത്തിലേക്കുണ്ടാകുന്ന എല്ലാ നന്മകളും തിന്മകളും എഴുതപ്പെടാൻ തുടങ്ങുമത്രേ. ലൈലത്തുൽ ബറാ, പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ബറായിൽ തുടങ്ങുകയാണ്. ശഅബാനിന്റെ 15-ൽ എഴുത്തിന് തുടക്കം കുറിക്കുകയാണ്. വയഖഉൽ ഫറാഉ മിൻഹാ ഫീ ലൈലത്തുൽ ഖദ്രി, പരിശുദ്ധമായ ലൈലത്തുൽ ബറായിൽ തുടക്കം കുറിക്കുന്നത്, തീരുന്നത് പവിത്രമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്റിലത്രേ. ലൈലത്തുൽ ഖദ്ർ അത് എഴുതി തീരും. മനസ്സിലായോ? ലൈലത്തുൽ ഖദ്റിലാണെന്നും ലൈലത്തുൽ ബറായിലാണെന്നും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ വിവക്ഷ? അതിന് പണ്ഡിതന്മാർ അതിന് രണ്ടിനെയും കൂടി യോജിപ്പിച്ച് പറഞ്ഞത്, ഈ 2 രാത്രിയും ശ്രേഷ്ഠതയാണ്. ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള രാവാണ് ലൈലത്തുൽ നിസ്ഫി ശഅബാൻ, ശഅബാൻ 15-ാം രാവ്. അതിന് ആർക്കും തർക്കമില്ല. 15-ാമത്തെ രാവാകുന്ന ശഅബാൻ 15-ന്റെ രാവ് മുതൽക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലക്കുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും എഴുതി തുടങ്ങും. വയഖഉൽ ഫറാഉ മിൻഹാ ഫീ ലൈലത്തുൽ ഖദ്ർ, അത് പൂർത്തിയായി എഴുതി തീരുക എപ്പോഴാണ്? തൊട്ടടുത്ത മാസമാകുന്ന റമളാൻ മാസത്തിന്റെ അവസാനത്തെ ഒറ്റ രാവുകളാകുന്ന ലൈലത്തുൽ ഖദ്റിലായിരിക്കുമെന്ന് ഇമാം റാസി റഹിമഹുല്ലാഹ് പണ്ഡിതന്മാർ അങ്ങനെ അത് യോജിപ്പിച്ചു. അപ്പൊ അത് മനസ്സിലാക്കിക്കോ. ഈ 2 രാത്രി മഹത്വമുണ്ടെന്നാണ് മനസ്സിലാക്കി. ഞാനിത് പറയാൻ കാരണം, ഈ രാവുകളൊക്കെ നിശ്ചിതമായി വിമർശിക്കുന്ന ധാരാളം ആളുകളുണ്ട്. രാവിനെ വരെ വിമർശിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഈ രാവിനിടയിൽ അഭിപ്രായ വ്യത്യാസം മുൻഗാമികൾക്കും ഇല്ല, സലഫിനുമില്ല, ഹലഫിനുമില്ല, സാലിഹീങ്ങളായ ആൾക്കാർക്കാർക്കും ഇല്ല. ഇബ്നു തൈമിയ മൂപ്പരോട് വരെ ചോദിക്കപ്പെട്ടു ഈ രാത്രിയെ കുറിച്ചുള്ളതാകുന്ന അഭിപ്രായം. അദ്ദേഹത്തിന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ കാണാം, വളരെ ശ്രേഷ്ഠതയുള്ള രാവാണ്, വളരെ പവിത്രതയുള്ള രാവാണ്. അദ്ദേഹം പറയും, ഏത് ലൈലത്തുൽ ബറാ. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഫതുദ്ഫഉ നുസ്ഖത്തുൽ അർസാഖി ഇലാ മീകായിൽ, ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാഹ് തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുകയാണ്. ഫതുദ്ഫഉ നസ്ഖത്തുൽ അർസാഖി ഇലാ മീകായിൽ, മീകായിൽ അലൈഹിസ്സലാമിലേക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വർഷത്തോളം വരുന്നതാകുന്ന എല്ലാ റിസ്കുകളെ കുറിച്ച്, അവന്റെ ആഹാരപാനീയങ്ങളെ കുറിച്ചുള്ളതാകുന്ന ലിസ്റ്റ് മലക്കുകളോട് കൈവശം അല്ലാഹു ഏൽപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ എഴുതാൻ തുടങ്ങും. നാളത്തെ രാത്രി മുതൽ എഴുതാൻ തുടങ്ങും. ഒരു വർഷത്തേക്ക് അടുത്തൊരു കൊല്ലത്തേക്കുള്ളതാകുന്ന റിസ്കുകളുടെ കണക്ക് നമുക്ക് ഇതെല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ എഴുതിയെടുക്കാൻ എല്ലാ കാര്യങ്ങളും എഴുതിയെടുക്കാൻ തുടങ്ങും. മലക്കുകളിലേക്ക് ഏൽപ്പിക്കുക. ഒരു വർഷത്തിൽ നമുക്ക് അല്ലാഹു നൽകുന്നതാകുന്ന റിസ്ക് നാളത്തെ രാത്രിയിൽ അവർ എഴുതും. തീർന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാഹ് വീണ്ടും പറയുകയാണ്, വതുദ്ഫഉൽ അമാലി ഇലാ ഇസ്മാഈൽ, ഇസ്മായിൽ അലൈഹിസ്സലാമിലേക്ക് പ്രവാചകനല്ല ഇത്, സാഹിബി സമാഇ ദുനിയാ വഹുവ മലക്കുൻ അദീം.
ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒന്നാനാകാശത്ത് നിലകൊള്ളുന്നതായ വലിയതാകുന്ന സമുന്നതനായ മലക്കാണ്. മലക്കിന്റെ പേരാണ് ഇസ്മായിൽ. ആ ഇസ്മായിൽ എന്ന മലക്കിലേക്ക് ഒരു വർഷം മനുഷ്യൻ ചെയ്യുന്നതാകുന്ന സകല അമലുകളെയും അവൻ ചെയ്യുന്നതാകുന്ന എല്ലാ നന്മ തിന്മകളെയും അല്ലാഹു രേഖപ്പെടുത്താൻ മലക്കിനോട് പറയുന്ന രാവാണ് പരിശുദ്ധമായ ശഅബാൻ 15 രാവ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. തീർന്നില്ല വതുദ്ഫഉ നുസ്ഖത്തുൽ ഹുറൂബി ഇലാ ജിബ്രീൽ وكذلك الزلازل والصواعق والخسف. ലോകത്ത് നടക്കുന്നതാകുന്ന എല്ലാ കോലം മറിക്കലും എല്ലാ യുദ്ധങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ കോലാഹലങ്ങളുടെയും എല്ലാ ഭൂകമ്പങ്ങളെ കുറിച്ചുമുള്ളതാകുന്ന വിവരങ്ങൾ ബഹുമാനപ്പെട്ട ജിബ്രീലിലേക്ക് അല്ലാഹു കൈമാറുന്ന രാവാണ് പരിശുദ്ധമായ ശഅബാനിന്റെ രാവ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 15 രാവ് തീർന്നില്ല. ഇമാം റാസി റഹിമഹുല്ലാഹ് വീണ്ടും രേഖപ്പെടുത്തുകയാണ്, വതുദ്ഫഉ നുസ്ഖത്തുൽ മസായിബ് ഇലാ മലക്കിൽ മൗത്ത്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിലേക്ക് ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന സർവ്വ മുസീബത്തുകളെ കുറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വരുമോ, അതിൽ മരണമുണ്ട്, അതിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ പ്രശ്നങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, കൊറോണ എന്ന മഹാമാരി അടക്കം എന്തെല്ലാം പ്രശ്നങ്ങൾ അടുത്തൊരു വർഷം ആർക്കൊക്കെ എന്തൊക്കെയാകുമോ, ഏതൊക്കെയാകുന്ന ചുഴലിക്കാറ്റുകൾ അടിച്ചു വീശുമോ, ഏതൊക്കെയാകുന്ന ബുദ്ധിമുട്ടുകൾ മനുഷ്യനേകുമോ, എല്ലാം ബഹുമാനപ്പെട്ടതാകുന്ന അസ്റായീലിലേക്ക് അല്ലാഹു ഏൽപ്പിക്കുന്നതായ ദിവസമാണ് പരിശുദ്ധമായ ശഅബാനിന്റെ 15 രാവ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. ബഹുമാനപ്പെട്ട അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തീർച്ചയായും ഒരു ഏടിനെ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്തിലേക്ക് അല്ലാഹു ഏൽപ്പിക്കുകയാണ്. വഫീഹി ഇസ്മുൻ, അതിൽ നാമങ്ങളുണ്ട്, അസ്മാഉൻ ജനങ്ങളുടെ നാമങ്ങളുണ്ട്, അൽ-അംവാത് മരണപ്പെട്ടു പോകുന്നതായ ആളുകളുണ്ട്, മിൻ ശഅബാന ഇലാ ശഅബാൻ. ഈ പരിശുദ്ധമായ ശഅബാൻ മുതൽക്ക് അടുത്തതാകുന്ന ശഅബാൻ വരെ ഒരു വർഷത്തിനിടയിൽ മരണപ്പെട്ടു പോകുന്നതാകുന്ന സാലിഹീങ്ങളുടെ മോശപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും പേരുകൾ ആ ഏടിലുണ്ടത്രേ. അത് ബഹുമാനപ്പെട്ടതാകുന്ന അസ്റായീലിലേക്ക് നൽകപ്പെടുന്ന രാവാണ്. ബഹുമാനപ്പെട്ടതാകുന്ന അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഇന്നർ റജുല ലയളിമു വയഫ്ജുറു. ജനങ്ങൾ അവർ ദുനിയാവിൽ അക്രമം പ്രവർത്തിക്കുകയാണ്, മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി കള്ളുകുടിച്ചുകൊണ്ട്, ലഹരി നുണഞ്ഞുകൊണ്ട്, പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹറാം ഭുജിച്ചുകൊണ്ട്, ജനങ്ങൾക്കിടയിൽ പരസ്പരം പോര് പറഞ്ഞുകൊണ്ട്, അസൂയ വെച്ചുകൊണ്ട്, വിദ്വേഷം വരുത്തിക്കൊണ്ട്, ജനങ്ങൾ കണ്ണേറും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി കോടോത്രം ചെയ്തുകൊണ്ട് നിലകൊള്ളുമോ. ഈ ദുനിയാവിൽ അവർ കൃഷി ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നു. നാളെ ഇത് തഴച്ചു വളർന്ന് ഇതിൻ്റെതാകുന്ന മനോഹരമാകുന്ന ഫലങ്ങൾ എനിക്ക് കഴിക്കണമെന്നുള്ള ആശയത്തോടുകൂടി ഒരു ചെറിയ മാവിൻ തൈവൻ നടുകയാണ്. തീർന്നില്ല. പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു കൂടുകയാണ്. സുന്ദരമായ ജീവിതം അവൻ നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളവേ അവൻ്റെതാകുന്ന പേര് ഈ ദീവാനിലുണ്ട് എന്ന് അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അവൻ അറിയുന്നില്ല. അടുത്ത വർഷം മുമ്പ് അവൻ മരണപ്പെട്ടു പോകാനുള്ളവനാണ്. അവന്റെ നാമം ഈ